എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു ചെറിയൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നമ്മുടെ മിസ്റ്റർ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. മിസ്റ്റർ അശ്വന്ത് കോക്ക് ഇന്നലെ ഇട്ട റിവ്യൂവിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഇന്നലെ നമ്മുടെ എമ്പുരാൻ്റെ റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാനൊരു റിവ്യൂ ഇട്ടായിരുന്നു. അപ്പം ഞാൻ റിവ്യൂ ഇട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ റിവ്യൂ ഞാൻ കാണാനിടയായത്. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിന് പറഞ്ഞ പല പോയിന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയുകയാണ്. കാരണം വീഡിയോ കുറച്ച് വലുതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞാൻ മോഹൻലാലിൻ്റെയോ പൃഥ്വിരാജിൻ്റെയോ ഒരു ഹാർഡ് കോർ ഫാനോ അങ്ങനെയൊന്നുമല്ല. ഏത് നല്ല പടം കണ്ടു കഴിഞ്ഞാലും കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരു റീസണോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഇന്നലെ ആ പടം കണ്ടിട്ട് റിവ്യൂ ഇട്ടു. അപ്പോൾ എൻ്റെ റിവ്യൂവും ചിലരൊക്കെ കണ്ടു. ഒരുപാട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. നമ്മൾ അങ്ങനെ റിവ്യൂ ഇടുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ എൻ്റെ റിവ്യൂ കണ്ടിട്ട് ഒരാൾ സിനിമയ്ക്ക് പോയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അത് പടം പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാരണം. അപ്പോൾ അതിന് കാരണത്തിന് പുള്ളിക്ക് പ്രത്യേകിച്ച് പറയാനൊരു റീസണൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി പറഞ്ഞു അത് എന്തോ പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 4-5 കാരണം എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. കാരണം അതായത് എനിക്ക് എന്നെ ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ മിസ്റ്റർ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂവിൻ്റെ വീഡിയോ എനിക്ക് വാട്സപ്പിൽ അയച്ചു. അപ്പോൾ ഞാൻ അന്നേരം തന്നെ മറുപടി കൊടുത്തു. ഞാൻ ഈ വീഡിയോ റിവ്യൂ കണ്ടതാണ്, ഓൾറെഡി ഇന്നലെ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പോയിന്റുകളെല്ലാം ഞാനിങ്ങനെ നോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒരു കമൻറ്റോ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ അതേ പോയിന്റുകൾ നോട്ട് ചെയ്ത പോയിന്റുകളുടെ കമൻറ്റായിട്ട് മിസ്റ്റർ അശ്വന്ത് കോക്കിൻ്റെ വീഡിയോയുടെ താഴെ തന്നെ ഞാൻ എൻ്റെ കമൻറ്റായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം സാധനം ഞാൻ എൻ്റെ ഈ സുഹൃത്തിന് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അതായത് സുഹൃത്തും ചോദിച്ച കാര്യങ്ങൾ അശ്വന്ത് കോക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിങ്ങനല്ലേ, അതിങ്ങനല്ലേ, റെയിലൻഡ് ഇങ്ങനല്ലേ, മറ്റേതിങ്ങനല്ലേ, ചൈനക്കാരൻ വന്നില്ലേ, ഫ്രൈഡ് റൈസ് അടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കമൻ്റ് ഇട്ട് ചോദിച്ചു. അപ്പോൾ ആ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ ഒന്ന് പറയാം, ഒന്ന് ഷെയർ ചെയ്യാം. മിസ്റ്റർ അശ്വന്ത് കോക്ക് റിവ്യൂ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു 3 മിനിറ്റ് എമ്പുരാനെ പറ്റി നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടെ പോയി ചെക്ക് ചെയ്യാം. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ആ പറഞ്ഞ വ്യക്തി തന്നെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പടത്തിനെ പറ്റി ഒരുപാട് നെഗറ്റീവായിട്ട് പറഞ്ഞു. പടത്തിൻ്റെ സീൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളിലേക്ക് വരാം. കാരണം വീഡിയോ ലെങ്ത് കൂടുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പുള്ളി ഫസ്റ്റ് പറഞ്ഞു ഖുറൈഷിയുടെ എൻട്രി കാണാനൊന്നും വലിയ ഒരു ഗുമ്പില്ലായിരുന്നു, നമുക്ക് ആ പവർ കിട്ടിയില്ല, ഖുറൈഷിയുടെ ആ ഒരു സാധനം കിട്ടിയില്ല, അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ ആ ഒരു സംഭവം കിട്ടില്ല എന്ന് പറഞ്ഞു. ഖുറൈഷിയുടെ എൻട്രി കാണാൻ ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ പറയുന്നത് ഖുറൈഷിയുടെ എൻട്രി കാണണമെങ്കിൽ ശരിക്കും നമ്മൾ ലൂസിഫർ തന്നെയാണ് കാണേണ്ടത്. അതിനകത്താണ് ഖുറൈഷിയുടെ എൻട്രി, എമ്പുരാനല്ല ഖുറൈഷിയുടെ എൻട്രി. എമ്പുരാനിലുണ്ട് ഖുറൈഷി വരുന്നത്, ഒരു ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങിയിട്ടാണ് വരുന്നത്, അടിപൊളിയാണ് ആ സീനൊക്കെ, ഹെലികോപ്റ്ററിലൊക്കെ വന്നിറങ്ങുന്ന സീൻ സൂപ്പറാണ്. അപ്പോൾ ഖുറൈഷിയുടെ എൻട്രി നമ്മൾ ലൂസിഫറെ കണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആയതുകൊണ്ടാണ് നമ്മളിപ്പം ഈ പടത്തിന് ഇത്ര ഹൈപ്പ് കിട്ടാൻ കാരണവും ഈ പടം നമ്മളെല്ലാവരും ഇത്രയും അധികം തിയേറ്ററിലൊക്കെ ആൾക്കാർ തിരക്കി പോയി കാണുകയെല്ലാം ചെയ്യുന്ന ആ ഒരു റീസണാണ്. ഓക്കെ, രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അതിനകത്ത് ഇന്ദ്രജിത്ത് ഖുറൈഷിയെ കാണുന്നൊരു സീനിൽ നിഴലായി എന്നുള്ള പാട്ടിടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ നിഴലായി എന്നുള്ള പാട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒന്നും തോന്നാൻ കാരണം എന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. കാരണം പുള്ളി അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയുക. കാരണം പുള്ളി ഒരുപാട് പടം കണ്ടിട്ട് റിവ്യൂ ഇടുന്ന വ്യക്തിയല്ലേ, വർഷങ്ങളായിട്ട് റിവ്യൂ ഇടുന്ന ആളാണ്, 4,25,000 സബ്സ്ക്രൈബർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും പോലും ഇല്ല, മീൻസ് നമുക്ക് അത്രയല്ല, അതിൻ്റെ 1% പോലും ഇല്ല. അപ്പോൾ പുള്ളി ഒന്നും ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞത് നിഴലായി എന്നുള്ള, അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സീൻ ഞാനൊന്ന് പറയാം. സ്പോയിലർ ആകുമല്ല, പക്ഷേ ഇത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിരിക്കണം. നമ്മൾ മുട കണ്ടാൽ ഇടപെടണം, ആ മെൻറ്റാലിറ്റിയാണ്, അതുകൊണ്ട് പറയാം. അപ്പോൾ ആ സീന് തൊട്ട് മുമ്പ് ഇന്ദ്രജിത്തിനെ അവിടെ കൊണ്ടുവരുന്നത്, അതായത് നമ്മുടെ ഖുറൈഷി അബ്രഹാമിനെ കാണാൻ വേണ്ടി ഇന്ദ്രജിത്തിനെ അവിടെ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മയക്കുമരുന്നല്ല, പുള്ളിയെ മയക്കിയിട്ടാണ്, ഒരു ഷോട്ടൊക്കെ കൊടുത്തിട്ടാണ് പുള്ളി അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ പുള്ളി അവിടെ കൊണ്ടുവരുമ്പോൾ കുറേ മണിക്കൂർ യാത്ര ചെയ്യാണ്, ഫ്ലൈറ്റിലും അവിടെയൊക്കെ യാത്ര ചെയ്തിട്ടൊക്കെയാണ് പുള്ളിയെ കൊണ്ടുവരുന്നത്. അപ്പോൾ പുള്ളിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി കുറച്ച് കഴിഞ്ഞ് പുള്ളി ബോധം തെളിഞ്ഞ് പുള്ളി ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് തൊണ്ടയൊക്കെ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരു ജ്യൂസൊക്കെ അവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചിട്ട് ആശാൻ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ കാണുന്നത് കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഖുറൈഷി അബ്രഹാമിനെയാണ്. അപ്പോൾ കാണുമ്പോൾ പുള്ളിക്ക് ബ്ലറായിട്ടാണ് ഖുറൈഷി അബ്രഹാമിനെ കാണാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് അങ്ങനെ തന്നെ പറ്റുള്ളൂ. കാരണം ഇപ്പം നമ്മൾ തന്നെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് രാവിലെ എണീറ്റിട്ട് സൺലൈറ്റിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലൊരു മഞ്ഞളിപ്പുണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ഒരു കാറിൽ തന്നെ റേസിക്കാത്തിരുന്ന് കാറിൽ ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ നട്ടുച്ചയ്ക്ക് റോഡിൻ്റെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു മഞ്ഞളിപ്പുണ്ടാവും, നമുക്കൊരു കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നമ്മുടെ വിസിബിലിറ്റി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സിനിമയിൽ അവർ കാണിക്കുന്നത് ആ
കഥാപാത്രത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ പുള്ളി ഇന്ദ്രജിത്ത് ആ മയക്കത്തിൽ നിന്ന് തന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളിക്ക് ബ്ലറായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ദ്രജിത്ത് കാണുന്നതാണ്, അല്ലാതെ നമ്മുടെ മിസ്റ്റർ അശ്വന്ത് കോക്ക് കാണുന്നതാണൊക്കെ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിഴലായി എന്നുള്ള പാട്ടിടേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ കുറച്ച് വിശ്വാസം. ഓക്കെ, കറക്റ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ തന്നെ. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് തിരുത്താം, നോ പ്രോബ്ലം. അപ്പോൾ ആ കാര്യം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂനെയൊക്കെ എന്തിനാണ് ഇതിൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ആ ചോദ്യം അസ്ഥാനത്താണെന്ന് ഞാൻ പറയും. ഞാൻ റിമൈൻഡ് ചെയ്യാം, എമ്പുരാൻ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ലൂസിഫറിൽ നമ്മൾ കാണുന്നുണ്ട് ആ ലാസ്റ്റ് സോങ്ങിനിടയ്ക്ക് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ഇങ്ങനെ കൈയും കാണിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നടന്നു പോകുന്നൊരു സീനുണ്ടല്ലോ. പുള്ളിയുടെ ഒരു ബ്രേസ്ലെറ്റൊക്കെ ഇങ്ങനെ കറങ്ങി ഇപ്പോൾ ഒരു സിൽവറിൻ്റെ ആണെന്ന് തോന്നി, കറങ്ങി താഴോട്ട് പോയി കയ്യിൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ നമ്മൾ കണ്ടപ്പോൾ അന്ന് ആരും ചോദിച്ചൊന്നുമില്ല. അന്ന് ചുമ്മാ ജസ്റ്റ് ആന്റണി പെരുമ്പാവൂരിനെ കണ്ട് ചിലപ്പം പുള്ളി വലിയ ഫേമസ് നടന്നതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു സീനകത്ത് തന്നെ കണ്ട ആളെ എമ്പുരാനിൽ രണ്ടാമത് ആ ഒരു ക്യാരക്ടർ എന്തായിരുന്നു എന്ന് റിവീൽ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? നമ്മൾ ലൂസിഫറിൽ അദ്ദേഹത്തിനെ ഒരു സോങ്ങിൻ്റെ ഇടയ്ക്ക് കണ്ട് ആ അദ്ദേഹം എമ്പുരാനിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് നമുക്ക് ഡയറക്ടർ കാണിച്ചു തരുമ്പോൾ എന്താണ് അതിനകത്ത് മണ്ടത്തരം? അതും അരമണിക്കൂറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ മോഹൻ തോമസിൻ്റെ ഉച്ചിഷ്ടോമേദ്യം കൂട്ടിക്കലർത്തി 3 തരം വെട്ടിയെടുത്തെന്നുള്ള ഡയലോഗൊന്നും പുള്ളിക്കൊന്നുമില്ല. പുള്ളിക്ക് ജസ്റ്റ് 1-2 കാര്യങ്ങൾ പറയാൻ പോകണം, അത് തന്നെയുള്ള പുള്ളിയുടെ ക്യാരക്ടർ. അങ്ങനെ ഒരു ക്യാരക്ടർ ഒരു സീൻ വരുന്നതിനകത്ത് എന്താ പ്രശ്നം? എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊരു വലിയൊരു വൾഗറാലിറ്റി ഉണ്ടോ എന്നുള്ളത്. കാരണം അതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ ഈ പടം. അപ്പോൾ ആ ക്യാരക്ടർ എന്താണെന്ന് റിവീൽ ചെയ്യണം. ഓക്കെ, അതത്. 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തന്നെ പറഞ്ഞു ഇതൊരു വലിയ പടമാണ്, രാജമൗലിയുടെ പടമാണോ കാണുന്നതെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നീട് ഒരു നെഗറ്റീവ് ഫ്ലോ വന്നപ്പോഴത്തേക്ക് ചൈനക്കാരൻ പ്രൈഡേഴ്സ് ഉണ്ടാക്കുന്ന ചൈനക്കാരനെ കാണിച്ചെന്ന് ഒക്കെ പറഞ്ഞു. അതിൻ്റെ കൂടെ പടം എക്സലൻറ്റ് മേക്കിംഗ് എന്നൊക്കെ പറയുകയും ചെയ്തു. എന്താണ് ചേട്ടാ ഇതിനകത്ത് അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ചൈനക്കാരൻ ആരാണെന്നുള്ളത് ചേട്ടൻ ഗൂഗിൾ ചെയ്ത് നോക്ക്, പുള്ളിയുടെ പേരും കാര്യങ്ങളുമൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. അതും പറയുന്നില്ല, കാരണം പടം കാണാത്ത ആൾക്കാർ ഇപ്പോഴും കിടപ്പുണ്ട്. ചേട്ടനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അയാളുടെ പിക്ചർ ഓർമ്മയുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അവിടത്തേക്ക് ഞാൻ ഈ പറയാം. അപ്പോൾ ആ പറയുന്ന പോയിന്റ് കൂടെ ഞാനിപ്പോൾ ഓർത്ത സ്ഥിതിക്ക് അതും കൂടെ പറയാം. അപ്പോൾ ഈ ചൈനക്കാരൻ്റെ കാര്യം എൻ്റെ ഈ സുഹൃത്തും പറഞ്ഞു കേട്ടോ. നേരത്തെ പറഞ്ഞില്ല ഒരു സിനിമ കണ്ടിട്ട് പോരാന്ന് പറഞ്ഞില്ലേ, ആ സുഹൃത്തും പറഞ്ഞു പൃഥ്വിരാജ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ടൈലൻഡിൽ ഇരിക്കണം, എന്തോ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളെന്താ പൊട്ടന, അതിനകത്ത് ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തായിരുന്നു അറിയോ? ഞാൻ ഇതിൻ്റെ ടൈലൻഡിൻ്റെ പിക്ചർ എടുത്ത് വെച്ചിരുന്നു, അതായത് ഫോട്ടോ എൻ്റെ മൊബൈലിൽ എടുത്ത് വെച്ചായിരുന്നു. 1-2 ഫോട്ടോസ് എടുത്ത് നമ്മുടെ ലൂസിഫറിൻ്റെ മോഹൻലാലിൻ്റെ എൻട്രിയും പിന്നെ വേറെ 2 നല്ല സീനുകളെന്ന് എനിക്ക് തോന്നി എൻ്റെ എല്ലാ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചു. ചുമ്മാ അത് ജസ്റ്റ് റെഫറൻസിന് വേണ്ടി എടുത്ത് വെച്ചു. അപ്പോൾ എന്തോ മനസ്സിൽ തോന്നിയോണ്ടാണ് ഞാൻ ഇതും എടുത്ത് വെച്ചു. ഈ ടൈലൻഡിൽ കാണിക്കുന്ന 2 സംഭവങ്ങളുണ്ട്, ആ 2 ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ ഈ പോരാന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാനിത് അയച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ടൈലൻഡിൽ നീ കണ്ടതാ ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. ആരാ ഇതല്ലേ ആ ചൈനക്കാരാണ്, നമ്മുടെ അശ്വന്ത് കോക്ക് പറഞ്ഞ ചൈനക്കാർ ഇതല്ലേ? ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. പുള്ളി പോയി ചെക്ക് ചെയ്തു, പുള്ളിക്ക് ആളെ പിടികിട്ടി. പുള്ളി ചോദിച്ചാൽ ഓഹോ ഇങ്ങനെയായിരുന്നു, ഇതിനകത്ത് നമുക്ക് മനസ്സിലായില്ലായിരുന്നല്ലോ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് വേറൊരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാൻ ആ പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞില്ല അതും കാണാൻ പറ്റില്ല, ഫേസ് ഒന്നും മനസ്സിലായില്ല, ആരാന്ന് മനസ്സിലായില്ല. പക്ഷേ ഞാൻ എടുത്ത പിക്ചറിനകത്ത് അദ്ദേഹം ക്ലിയറാണ്. ഞാൻ അപ്പോൾ പറഞ്ഞത് ഇന്ന ആളെ കണ്ടില്ലേ, ഇന്ന ആള് മനസ്സിലായില്ലേ, ഇതായിരുന്നു ആള്. ഞാൻ ആ സീൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഈ പോയിന്റുകളൊക്കെ അങ്ങോട്ടിട്ട് പിന്നെ പൃഥ്വിരാജിൻ്റെ ബ്രില്യൻസ്, അതായത് പൃഥ്വിരാജിൻ്റെ കുറച്ച് ബ്രില്യൻസ് എന്ന് തന്നെ വേണം പറയാം. കുറേ സീനുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി ഒന്ന് മാറി. പുള്ളിക്ക് എന്താ ഒരു സംശയം, പുള്ളി പറഞ്ഞത് ശരിയല്ലല്ലോ എന്നുള്ളത്. അത് തന്നെയാണ് എനിക്കിവിടെ നിങ്ങളടുത്തും പറയാനുള്ളത്. സിനിമ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് ഒരു സിനിമയുടെ റിലീസ് ദിവസം വന്നിട്ട് ചുമ്മാ ഒരു നെഗറ്റീവ് റിവ്യൂ ഇടേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തന്നെ പറയാം. അവർക്ക് അങ്ങനെ തന്നെ ഞാൻ പറയും. ൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ വേറൊരു മീനിങ്ങിലല്ല ഈ സംഭവം ഒന്നുകൂടെ അവതരിപ്പിച്ചത്. അപ്പം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഇപ്പം വേറൊരു വിക്രത്തിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് പുള്ളി സംസാരിച്ച് എങ്ങനെയാണെന്നും മറ്റേനകത്ത് സംസാരിച്ച് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പം എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. നിഷ്പക്ഷമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒരു താല്പര്യങ്ങളും എനിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച്. ബൈ.